ഇപ്പോഴത്തെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ വുഡ് ബി ഇൻട്രസ്റ്റ് ഇൻ സാസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആൾക്കാരും എവിടെ നിന്ന് ഒരു സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം? ഇഫ് യു ലെറ്റ്സ് എനിക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണം, ഹൗ ഷുഡ് ഐ സ്റ്റാർട്ട്? ഇത് എന്താ പറയാ, ഭയങ്കര ഒരു സബ്ജക്റ്റീവ് സാധനമാണിത്. ഞാനതിനെ പേഴ്സണലി കാണുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താന്ന് പറഞ്ഞാൽ, ഒന്ന് നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നത് ഏത് ഇൻഡസ്ട്രിയാണ്, അതിനൊക്കെ അനുസരിച്ച് അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഞാൻ കുറെ കൂടി ഒരു എന്താ പറയാ, എന്തെങ്കിലും ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ബിസിനസ് തുടങ്ങണം എന്ന് അറിയുന്ന, ഒരു ടെക്നോളജിയിൽ ഒരു ഓൺലൈൻ ബിസിനസ് തുടങ്ങണം എന്ന് പറയുന്ന ആൾക്കാർക്ക് എനിക്ക് പേഴ്സണലി തോന്നുന്നത്, ഇപ്പം 10 years മുമ്പ് നമ്മളുള്ള പോലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇൻ ടേംസ് ഓഫ് ഇപ്പം ഷോപ്പിഫൈഡ് ആപ്പ് സ്റ്റോർ ഇസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി, ക്രോം എക്സ്റ്റൻഷന്റെ ആപ്പ് സ്റ്റോർ ഇസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി, റൈറ്റ്? പ്ലേ സ്റ്റോർ, ആപ്പ് സ്റ്റോർ, റൈറ്റ്? ഇവിടെയൊക്കെ ഒരു കാണുന്ന ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ആണ്. നമ്മളൊരു B2B SaaS പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് ടു ഡു, റൈറ്റ്? ആൻഡ് ദർ ഇസ് എ ലോട്ട് ഓഫ് ട്യൂട്ടോറിയൽസ് ഓൺലൈൻ വിച്ച് ലെറ്റ് യു അതെങ്ങനെ മാർക്കറ്റ് ചെയ്യണം, എവിടെ നിന്ന് തുടങ്ങണം, ഒരു ബിഗർ B2B ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട്. ഞാൻ കുറെ കൂടി വളരെ ഒരു മിനിമൽ ലെവലിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഐഡിയൽ എക്സാമ്പിൾ എനിക്ക് വന്നത് ഷോപ്പിഫൈ ആപ്പ് സ്റ്റോറിൽ ആപ്പ് ഉണ്ടാക്കിയിരുന്ന ഒരു ബിഗർ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ നമ്മൾ നല്ലൊരു ക്രോം എക്സ്റ്റൻഷൻ ഉണ്ടാക്കുന്നത് ഫെലിക്സിന് അറിയാം. നീ കണ്ടിട്ടില്ല ഒരുപാട് ക്രോം എക്സ്റ്റൻഷൻസ് ഗോ വൈറൽ. ക്രോം എക്സ്റ്റൻഷൻസ് അവിടെ നീ കാണുന്നുണ്ട് ഇല്ലേ? അതിപ്പോ കുറെ ക്രോം എക്സ്റ്റൻഷൻസ് ഉണ്ട്. ഇപ്പൊ എന്താ പറയാ, നമ്മളിപ്പോ ഓൺലൈൻ ഷോപ്പ് ചെയ്യുന്ന സമയത്ത് ചെക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് കൂപ്പൺ കോഡ് ഓട്ടോമാറ്റിക് അപ്ലൈ ചെയ്യണ കൂപ്പൺ എക്സ്റ്റൻഷൻസ് ഉണ്ട്. പിന്നെ ഗ്രാമർലി പോലത്തെ ടൂൾസ് ഉണ്ട്. നമ്മൾ ഇമെയിൽ അയക്കുന്ന സമയത്ത് ഗ്രാമർ ചെക്ക് ചെയ്ത് കറക്റ്റ് ആക്കി. ഇതുപോലത്തെ ഒരുപാട് സാധനങ്ങൾ വളരെ വിലയുണ്ട്. ഇതൊക്കെ നമ്മളെ പോലുള്ള ആൾക്കാർ ഉണ്ടാക്കിയിട്ടതാണ്. അതെ, സ്റ്റീവ് ജോബ്സ് പറഞ്ഞവര് നമ്മളെക്കാൾ സ്മാർട്ട് ആയിട്ടുള്ള ഇല്ലാത്ത ആൾക്കാരൊന്നുമില്ല, എല്ലാം പോസിബിൾ ആണ്. ജസ്റ്റ് ദാറ്റ് നമ്മളെ ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിക്കുന്നതിലും അത് പ്രോപ്പർലി അതിന്റെ പുറകെ ഇരുന്ന് തറവിലി ചെയ്യുന്നതിലാണ്. ഇപ്പം ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ ഒരു ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യം ആരും ഉണ്ടാവില്ല. പക്ഷെ ശരിക്കും വാല്യൂ വരുന്നത് എവിടെയാണ്? ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി ഉണ്ടാക്കുന്നില്ല, അത് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകുന്നതിലാണ്. എനിക്ക് തോന്നുന്നത് ആൾക്കാർക്ക് പറ്റുന്ന ഒരു മെയിൻ സാധനം നിനക്ക് തന്നെ അറിയാം. നീ തുടങ്ങിയ സമയത്ത് എനിക്ക് നിന്റെ അടുത്ത് ഞാൻ പുറപ്പെട്ട് പറഞ്ഞത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ് ഡസന്റ് മാറ്റർ വാട്ട് യു ഡു. നമുക്ക് ആ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യണം.